everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേയ്സ് യാ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പം മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ന്യൂക്ലിയർ. അപ്പം നമ്മൾ ആറ്റം പഠിച്ചു, അതേപോലെ തന്നെ എന്താ പറയുക കെമിസ്ട്രിയിലും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ കുറച്ച് നോളജും പിന്നെ നമ്മൾ പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ ഏറ്റവും ഈസി ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത് എന്താണ് ന്യൂക്ലിയർ. ന്യൂക്ലിയർ നിങ്ങൾക്ക് അറിയാമല്ലോ, ആറ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് അല്ലേ അതിൻ്റെ എല്ലാ മാസും മോസ്റ്റ് ഓഫ് ദി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റോമിക് മാസസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ന്യൂക്ലിയസ്, സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്, മാസ് എനർജി, ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി, ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, വെൽക്കം ടു ന്യൂക്ലിയർ. അല്ലെ, അടിപൊളി ഒരു ചാപ്റ്റർ ആണ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ, വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കുട്ടി ചാപ്റ്റർ ആണ് കേട്ടോ. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത, ഇനി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ഏരിയകളെല്ലാം നമ്മൾ സിലബസിൽ നിന്ന് മാറ്റി കളയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും വറി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആറ്റംസ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആറ്റം എന്താണെന്ന് പഠിച്ചിരുന്നു. സോ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉണ്ടെങ്കിൽ അതിന്റെ മോസ്റ്റ് ഓഫ് ദി മാസും ക്യാരി ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദ സെന്റർ ഓഫ് ദി ആറ്റം വേർ ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ആർ ഡെൻസിലി കോൺസെൻട്രേറ്റഡ്. ഓക്കെ അല്ലേ. സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, 1 സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, യെസ്, ഒരു ആറ്റം ഉണ്ട് അല്ലെ, ഒരു ആറ്റം ഉണ്ട്. ആ ആറ്റത്തിന്റെ ഉള്ളിലാണ് ആരുള്ളത്, ന്യൂക്ലിയസ് ഉള്ളത്. ഓക്കെ അല്ലെ, ന്യൂക്ലിയസ് ഉള്ളത്. ഇതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റ്സിൽ ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്, യെസ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ന്യൂക്ലിയസിന്റെ ആണ്, അതായത് മോസ്റ്റ് ഓഫ് ദി മാസ് അല്ലെങ്കിൽ അതിന്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? കാരണം നമുക്കറിയാം ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ ഓരോന്നിന്റെ മാസ് പറയുമ്പോഴും അതിന് യൂണിറ്റ് വേണം അല്ലെ. ഇപ്പൊ നമ്മള് വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ലിറ്ററാ പറയാം അല്ലെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പരിപ്പ് പഞ്ചസാരയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ കിലോഗ്രാമിലാ പറയാം അല്ലെ. അതായത് ഓരോന്നിന്റെയും മെഷേഴ്സ് മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ വലിയൊരു മാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യെസ്, ഇതിൽ പറയും അല്ലെ, എന്താ പറയാ ടണ്ണൊക്കെ ആയിട്ട് നമ്മൾ പറയും. സോ അതേപോലെ തന്നെ വളരെ ചെറിയ മാസ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂക്ലിയസിനാണെങ്കിലും ആറ്റത്തിനാണെങ്കിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ചെറിയൊരു യൂണിറ്റ്, ഈ ഒരു മാസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു യൂണിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആറ്റോമിക് മാസ് യൂണിറ്റ് കേട്ടോ. എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, സോ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ് AMU അല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ C12 ആറ്റം ഉണ്ടല്ലോ, C12 കാർബൺ 12 എന്ന് പറയുന്നത്. സോ ആ കാർബൺ 12 ആറ്റത്തിന്റെ 1/12 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ AMU എന്ന് പറയുന്നത്. ഓക്കെ അല്ല, അതായത് AMU എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ടാവണമല്ലോ. ഇപ്പം ഹൈഡ്രജൻ ഇത്ര AMU എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഹീലിയം ഇത്ര AMU എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കണം, യെസ്, അവിടെ ഒരു എന്താ പറയാ ഈ AMU ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ആ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാർബണിന്റെ മാസിന്റെ 1/12. ഓക്കെ അല്ലെ, കാർബണിന്റെ മാസിന്റെ 1/12 ആണ് എന്തെന്ന് പറയുന്നത്, യെസ്, നമ്മുടെ ഈ AMU എന്ന് പറയുന്നത്. സോ AMU is the unit to express atomic masses is called atomic mass unit. Atomic mass unit is defined as 1/12 of the mass of the carbon C12 atom. ഓക്കെ അല്ലടാ. ആൻഡ് ആ 1 AMU എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇറ്റ്സ് അറൌണ്ട് 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഇതാണ് കേട്ടോ വാല്യൂ. അതായത് 1 AMU എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ്. അതായത് ഒരു കാർബൺ ആറ്റത്തിന്റെ 1/12 എന്ന് പറയുന്ന ആ ഒരു മാസ്, കാർബൺ 12 മാസ്, ആറ്റത്തിന്റെ മാസിന്റെ 1/12 ആണ് നമ്മൾ പറഞ്ഞു AMU എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ ഇസ് അറൌണ്ട് ഇൻ കിലോഗ്രാമിൽ നമ്മൾ പറയും ഇറ്റ് വിൽ ബി 1.67 into 10⁻⁻27. ക്ലിയർ അല്ല? അപ്പൊ 1 AMU എന്താന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വൺ ഈസ് അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പറിനെ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക Z എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, Z എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് ഇസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, അപ്പൊ ഞാൻ ന്യൂക്ലിയസിലോട്ട് വരുവാണ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ആരൊക്കെ ഉള്ളത്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്.
ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ് നമ്മുടെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് എന്താ പറയാ ന്യൂട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി ചേർന്നതാണ്. അതായത് ഈ പ്രോട്ടോണിന്റെ ന്യൂട്രോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. എന്താണ് ന്യൂക്ലിയോൺസ്? ചെറിയ ചെറിയ ടേമുകളാണ് പറയുന്നത്, അല്ലാതെ കാര്യമായിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ടേംസ് ആണ്. അത് യൂഷ്വലി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ടേംസ് ഒക്കെ ആയിട്ട് യൂസ്ഡ് ആയിക്കോളും. ഓക്കെ അല്ലെ? 2-3 ടൈംസ് റിവിഷനോട് കൂടെ തന്നെ ഫിനിഷ് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സോ അറ്റോമിക് മാസ് യൂണിറ്റ് ഫസ്റ്റ് പറഞ്ഞു. എന്താണ്? സിമ്പിൾ ആണ് അല്ലെ? 1/12 ഓഫ് ദി മാസ് ഓഫ് ദി കാർബൺ 12 ആറ്റം. ഓക്കെ, അതിന്റെ വാല്യൂ വന്നിട്ട് 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ് ഇൻ kg കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താ പറഞ്ഞ അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് which is again equal to number of electrons. കാരണം number of protons ഉം number of electrons ഉം സെയിം ആണ് അല്ലെ? number of protons ഉം number of electrons ഉം എന്താണ്? സെയിം വാല്യൂ ആണ്. ക്ലിയർ? യെസ്. അപ്പം ഇനി അടുത്തത് എന്താ നമ്മൾ പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണ് അറ്റോമിക് നമ്പർ, അല്ലെങ്കിൽ അതിന് ഈ 3 വാല്യൂസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻഡ് Z എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം എന്തൊക്കെയാണ് അറ്റോമിക് നമ്പർ? Z, അറ്റോമിക് നമ്പർ ഓഫ് എ element is the number of protons present inside the nucleus of an atom of the element. ഒരു element എടുത്തു, അതിന്റെ ന്യൂക്ലിയസ് എടുത്തു, ആ ന്യൂക്ലിയസിൽ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടോ that is nothing but atomic number. ക്ലിയർ? ഇനി അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പ്രോട്ടോൺസിന്റെ നമ്പറിന് ഈക്വൽ ആണ്, ഇലക്ട്രോൺസിന്റെ നമ്പറിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞു. മാസ് നമ്പർ എ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഇപ്പൊ Z പറഞ്ഞ പോലെ തന്നെ ആരുണ്ട്? മാസ് നമ്പർ ഉണ്ട്. ആരാ ഉള്ളത്? മാസ് നമ്പർ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു എലമെന്റ്, നമുക്ക് എലമെന്റിന്റെ പേര് അറിയത്തില്ല. ഓക്കെ, ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അല്ലെ? അതിന് ഞാൻ എക്സ് എന്ന് ഞാൻ എടുക്കുവാണ് കേട്ടോ. ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അതിനിപ്പോ നിങ്ങൾ ഹൈഡ്രജൻ എന്ന് കൊടുക്കാം, ഹീലിയം എന്ന് കൊടുക്കാം, ഒരു റെപ്രസെന്റേഷൻ നമ്മൾ പഠിക്കുവാണ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ആ അറ്റോമിക് നമ്പർ ഈ Z എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ വെക്കുന്നത്? യെസ്, ഹിയർ. ഓക്കെ അല്ലേ? ഇവിടെയാണ് നമ്മൾ Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിനെ നമ്മൾ വെക്കുന്നത്. ഇനി മാസ് നമ്പറിനെ നമ്മൾ ഇവിടെ വെക്കും, ഇവിടെ വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയും കണ്ടിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ഈ മേൾഭാഗത്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാസ് നമ്പർ, താഴെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഈ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും സം ആണെന്ന് പറയുന്നത് യെസ് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. കാരണം എന്താണ്? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഓക്കെ അല്ലെ? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസ് ആണ്. സോ ഇതിന്റെ സം ആണെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ മാസ് നമ്പർ എ എന്താ പറയുന്നത്? ഓഫ് എൻ എലമെന്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻസൈഡ് ദി അറ്റോമിക് ന്യൂക്ലിയസ് ഓഫ് ദി എലമെന്റ്. So mass number we can write it as number of protons plus number of neutrons. Otherwise നമുക്ക് പറയാം number of protons ഉം number of electrons ഉം same ആയതുകൊണ്ട് we can also write it as number of electrons plus number of neutrons. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി A is equal to number of protons plus number of neutrons ആണ്. ഓക്കെ, ആൻഡ് Z is equal to number of protons ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലോട്ട് എത്താൻ പറ്റും. എന്ത് കാര്യത്തിലോട്ട് എത്താൻ പറ്റുക? ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ Z അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A is equal to എന്ത് വരും? യെസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസിന് പകരം ഞാൻ Z കൊടുത്ത അറ്റോമിക് നമ്പർ, കാരണം പ്രോട്ടോൺസിന്റെ നമ്പർ തന്നെയാണ് അറ്റോമിക് നമ്പർ, പ്ലസ് എന്താണ്? യെസ്, നമ്മുടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എന്നും കൊടുത്താൽ എനിക്ക് ഈ ഒരു റിലേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ ബേസിക് ആയിട്ട് ഈ ഒരു ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെ? എന്താണ് ഇപ്പൊ കിലോഗ്രാം എന്താണെന്ന് നമുക്ക് അറിയണം അല്ലെ? അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ന്യൂട്ടൺ അല്ലെ? ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇതെല്ലാം എന്താണെന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ ഉള്ള ഒരു യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, ഇതിന്റെയൊക്കെ മാസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AMU എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലെ? AMU എന്ന് പറയുന്ന ഈ അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 1 AMU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? യെസ്, ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അറൌണ്ട് 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഇനി അടുത്ത് നമ്മൾ എന്തിലോട്ട് വന്നു? അറ്റോമിക് നമ്പറിലോട്ട് വന്നു. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടോൺസിന്റെ നമ്പർ തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺസിന്റെ അതേ നമ്പർ തന്നെയാണ് ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്.
ക്ലിയർ? ഇനി അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? യെസ്, മാസ് നമ്പർ അല്ലെ. മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും നമ്പർ, അതിന്റെ സം ആണ് എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ നമ്പർ പ്ലസ് ന്യൂട്രോണിന്റെ നമ്പർ ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. കാരണം എന്താ? പ്രോട്ടോൺസും ഇലക്ട്രോൺസിന്റെയും എണ്ണം എപ്പോഴും സെയിം ആയിരിക്കും. ഇനി അവരെ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ എഴുതിയത് എ മാസ് നമ്പർ. ഒരിക്കലും തെറ്റരുത്, അറ്റോമിക് മാസ് ആണ്, അത് എ വെച്ച് തുടങ്ങുന്നത് കൊണ്ട് അതിനെ റെപ്രസെന്റേഷൻ എ എന്ന് വിചാരിക്കരുത്. അറ്റോമിക് മാസിന്റെ നമ്പർ എത്രയാണ്, സോറി, അതിനെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? Z എന്ന് പറഞ്ഞിട്ടാണ്. മാസ് നമ്പർ ആണ് കേട്ടോ എ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ മാസ് നമ്പറിനെ നമുക്ക് എങ്ങനെ പറയാം? അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണിന്റെ നമ്പർ. ഓക്കെ അല്ലേ? അറ്റോമിക് നമ്പർ പ്ലസ്, സോറി, ഞാൻ മാസ് തന്നെയല്ലേ പറഞ്ഞത്? അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോൺസ്. സോ ഈ ഒരു റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുള്ളവരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. മനസ്സിലാവാത്തവർ ഇതിൽ ഏത് പോയിന്റ് ആണ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഓൾസോ 6th പോയിന്റ് ആയിട്ട് നമ്മൾ ഈ റെപ്രസെന്റേഷനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ ഇതിൽ ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തതെന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി കേട്ടോ. അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ഞങ്ങൾ വരുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറി ചെയ്യേ വേണ്ട കേട്ടോ. സോ മാസ് നമ്പർ ഇസ് ഈക്വൽ ടു മാസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പ്രോട്ടോൺസിന് പകരം എന്ത് പറയാം? ഇലക്ട്രോൺസും പറയാം. കാരണം എന്താണ്? ഇവർ രണ്ടുപേരും നമ്പർ സെയിം ആണ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ഇതാണ് ഇതിന്റെ ബേസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്താണ് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1932 ആരെ കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോണിനെ കണ്ടുപിടിക്കുന്നത്. അതിന് മുമ്പ് പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ന്യൂട്രോണിനെ മാത്രം ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ അല്ലടാ? അപ്പൊ നമ്മുടെ ഈ ആൽഫ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആൽഫ പാർട്ടിക്കിൾ, ആ ആൽഫ പാർട്ടിക്കിളിന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബെർലിയം ഷീറ്റിൽ നമ്മൾ കൊണ്ട് ഹിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അന്നത്തെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പം അവിടെ കുറച്ച് സംഭവങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നത്? യെസ്, നമ്മുടെ എന്താ പറയുക, പ്രോട്ടോൺസ് ഒക്കെ പുറത്തേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? പ്രോട്ടോൺസ് ഒക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ പ്രോട്ടോൺസ് ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു ഫീൽഡിലും എന്താ പറയാ ഡിഫ്ലക്റ്റ് ആവാത്ത, ഒരു ഡീവിയേഷൻ ഇല്ലാത്ത വേറെ എന്തോ കൂടെ ഉണ്ട്. കാരണം ഇവിടെ നിന്നതും വന്നത് ഇത്രേ. അതായത് ഇപ്പൊ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഓൾസോ നമ്മുടെ ബെർലിയം ഉണ്ട്. സോ ഇവർ രണ്ടുപേരും ഉണ്ടായിട്ട് ഇവരുടെ രണ്ടിന്റെയും എക്സാക്ട്ലി ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയില്ല. എന്തൊക്കെയോ കുറവ് അവിടെ സംഭവിച്ചു. എന്ത് കുറവാണ് സംഭവിച്ചത്? യെസ്, അവിടെ അത്രയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടായി. ഓക്കെ അല്ലേ? സോ ആദ്യം ഇത് വിചാരിച്ചത് ഗാമയാണെന്നാണ്. പക്ഷെ ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ഡിഫ്ലക്റ്റഡ് ആണ് അല്ലെ. നമ്മൾ എന്താ പറയാ, നമ്മുടെ ഫീൽഡിൽ അത് ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല? യെസ്, നമ്മുടെ ഈ ന്യൂട്രോൺസ് ഒരു ഡിഫ്ലക്ഷനും കാണിക്കത്തില്ല ഫീൽഡിലൊന്നും. കാരണം അത് ചാർജ്ലെസ് ആണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ചാർജ്ലെസ് ആണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അപ്പം അങ്ങനെയാണ് നമ്മുടെ 1932 ഈ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് വഴി എന്ത് കണ്ടുപിടിച്ചത്? യെസ്, അവിടെ ന്യൂട്രോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട്. സോ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് അവിടെ ഉണ്ടായിട്ടുള്ള ബാക്കി റേസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ബാക്കി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നിനും ഡീവിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തെന്ന് പറയാം? യെസ്, ദാറ്റ് ഇസ് ന്യൂട്രോൺസ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ന്യൂക്ലിയസിലോട്ടാണ് വരുന്നത്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ്, അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ട്? ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ പ്രോട്ടോൺസ് എന്താ പറയാ, യൂഷ്വലി അതിന് പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ന്യൂട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ന്യൂട്രൽ ആണ്. ഓക്കെ അല്ലെ? ന്യൂട്രൽ ആണ്, അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. സോ ഡെഫിനറ്റ്ലി ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിട്ട് വരും? ഇറ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിട്ട് വരും? പോസിറ്റീവ് ആയിട്ട് വരും. ആൻഡ് ഈ എൻറ്റയർ മാസും എവിടെയാണ് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളത്? ന്യൂക്ലിയസിലാണ്. ഓക്കെ അല്ലെ? എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഇനി ഈ ന്യൂക്ലിയസിനെ ആദ്യം കണ്ടുപിടിച്ച ആരാണ്? റുദർഫോർഡ് ആണ് കേട്ടോ. റുദർഫോർഡ് ആണ് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? യെസ്, ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് മാത്രമല്ല, അല്ലെങ്കിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും മാത്രമല്ല, അവിടെ ആരുണ്ട്? യെസ്, നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മൾ എന്താ പറയാ ഇതിൽ പെടുത്താഞ്ഞത്? അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസിന് ഒരു വിലയില്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അറൗണ്ട് ഏകദേശം 0 AMU ആയിരിക്കും. അതായത് നമുക്ക് ഈ പറയുന്ന പ്രോട്ടോണിന്റെ മാസിനെയും ന്യൂട്രോണിന്റെ മാസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏറെക്കുറെ വളരെ ചെറിയ വാല്യൂ ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും, അതായത് പ്രോട്ടോണിന്റെ മാസിന്റെയും അതേപോലെ തന്നെ ന്യൂട്രോണിന്റെ മാസിന്റെയും സം എടുത്ത് കഴിയുമ്പം ഈ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് എൻറ്റയർ മാസ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറയുന്നത്? യെസ്, ന്യൂക്ലിയസിൽ
കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ആൻഡ് 10⁻⁻15 മീറ്റർ അല്ലെ, ഫെർമി മീറ്ററിലാണ് ഇതിന്റെ സൈസ് അല്ലെങ്കിൽ ഇതിന്റെ ഏറെക്കുറെ ഇതിന്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തൊരു സംഭവമാണ്, അതായത് മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6726 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഓക്കെ അല്ലേ? ഇനി മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6749 into 10⁻⁻27 കിലോഗ്രാം ആണ്. സോ ഇത് രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂട്രോണിന്റെ മാസ് ആണ് കുറച്ചും കൂടെ മുകളിലോട്ട് നിൽക്കുന്നത് when compare with protons. സോ ഈ ഒരു വാല്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ അല്ലടാ? ഇനി പ്രോട്ടോൺ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ആറ്റത്തിന്, ഒരു എലമെന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. എങ്ങനെ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹിയർ നമ്മൾ അറ്റോമിക് നമ്പർ പറയും, ഇവിടെ നമ്മൾ മാസ് നമ്പർ പറയും. ഇനി ഇതേപോലെ ആണെങ്കിൽ ഒരു പ്രോട്ടോണിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു പ്രോട്ടോണിനെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാം? ലൈക്ക് നമ്മുടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജനെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അവിടെ എത്ര പ്രോട്ടോൺ ഉള്ളത്? 1 പ്രോട്ടോൺ. അതിന്റെ ചാർജ് എന്താണ്? +1. സോ ഒരു ഹൈഡ്രജനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ന്യൂട്രോൺ. ന്യൂട്രോൺ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? N10. കാരണം അതിന്റെ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ 1 ആണ്, അതിന്റെ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. ക്ലിയർ ആയല്ലോ? സോ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രോട്ടോണിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ഹൈഡ്രജൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ന്യൂട്രോണിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? N01. ഓക്കെ അല്ലേ? ഒരു എലമെന്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ZA. ക്ലിയർ ആയല്ലോടാ? ഇത്രയും കാര്യങ്ങൾ അടുത്തൊരു ബേസിക് സംഭവങ്ങൾ നമ്മൾ ഒന്നും കൂടെ പഠിച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. സോ ഡെഫിനറ്റ്ലി അത് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. സോ എൻ്റെ മക്കളെല്ലാവരും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചോദിക്കുക. ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലിയർ അല്ലടാ? ക്ലിയർ? യെസ്. ഇനി അപ്പോൾ നമ്മൾ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ പറഞ്ഞു. ഇനി അടുത്തതാണ് ഇതിനെ സംബന്ധിക്കുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇവിടെ നമുക്ക് ചോദ്യം വരാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഐസോടോപ്പ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആറ്റംസ് ഓഫ് എലമെന്റ് വിച്ച് ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. നമ്മൾ പറഞ്ഞു ഒരു എലമെന്റിന്, ഒരു ആറ്റത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? യെസ്, ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന എലമെന്റ് വെച്ചു. ആൻഡ് ഓഫ് കോഴ്സ് എന്താണ്? ഈസ് അറ്റോമിക് നമ്പർ ഇവിടെയും മാസ് നമ്പർ ഇവിടെയും റെപ്രസെന്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? സോ ഇവിടെ ഈ നമ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് എലമെന്റ് എക്സും വൈയും ഞാൻ എടുക്കുവാണ് കേട്ടോ. ഏതൊക്കെയാണ് എടുക്കുന്നത്? എക്സും വൈയും ഞാൻ എടുക്കുവാണ്. ഇതാണ് എക്സ് എന്ന് പറയുന്നത്, വൈ. ഓക്കെ അല്ലേ? ഇതിനൊരു അറ്റോമിക് നമ്പർ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിനും ഒരു മാസ് നമ്പർ ഉണ്ട്, ഇതിനും അറ്റോമിക് നമ്പർ ഉണ്ട്, മാസ് നമ്പർ ഉണ്ട്. വിച്ച് ഹാവ് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? പക്ഷേ ഇതിന്റെ മാസ് നമ്പർ ഉണ്ടല്ലോ, ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറയാൻ നമ്മൾ ആരെ പറയും? ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ അല്ലേ? എങ്ങനെയാണ് അത് വരുന്നത്? യെസ്, ഹൈഡ്രജൻ 1,1, ഹൈഡ്രജൻ 1,2, ഹൈഡ്രജൻ 1,3. അല്ലടാ? ദിസ് ഇസ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ക്ലിയർ? ഐസോടോപ്സ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? ഐസോബാർ എന്ന് പറയുന്നത്. ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആറ്റംസ് ഹാവിങ്, ആൻഡ് ഓൾസോ ഇവിടെ ഞാനൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്തോട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സെഡ് ആണ് സെയിം അല്ലെ? സെഡ് ആണ് ഇവിടെ സെയിം, ഐസോടോപ്സിൽ സെയിം. സെഡ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ ഈ പറയുന്ന സെഡ്. സോ പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഇനി സെഡ് എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇതിന്റെ രണ്ടിന്റെ നമ്പർ സെയിം ആയിരിക്കും. ഇനി ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇവിടെ നമ്മൾ പറഞ്ഞതില് രണ്ട് എലമെന്റുകൾ, അതിൽ ഈ പറയുന്ന മാസ് നമ്പർ സെയിം ആയിരിക്കും. എന്താണ്? മാസ് നമ്പർ സെയിം ആയിരിക്കും. പക്ഷെ ഇതിന്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ആരെ പറയും? ഓക്കെ, സോ നമ്മുടെ കാർബണും നൈട്രോജനും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാസ് നമ്പർ സെയിം ആണ് അല്ലെ? മാസ് നമ്പർ സെയിം ആണ്, പക്ഷെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ ഐസോബാർ കേട്ടോ. അപ്പൊ ഐസോബാർ എന്താ പറയുന്നത്? എ സെയിം ആയിരിക്കും. എ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. ക്ലിയർ അല്ലടാ? ന്യൂക്ലിയോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ന്യൂട്രോൺസും പ്രോട്ടോൺസും. ദാറ്റ് മീൻസ് N+P അല്ലെ? നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണമാണ് സെയിം. ദാറ്റ് ഡസന്റ് മീൻസ് എന്താണ്? ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആണ്, പ്രോട്ടോൺസിന്റെ എണ്ണം സെയിം ആണെന്നാണോ? അല്ല. അതായത് ഒരു ന്യൂട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോട്ടോൺ കയറും. മനസ്സിലായല്ലോ? ഇവിടുത്തെ നിങ്ങൾ നോക്കിക്കേടാ, ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ വരുന്നത് 6 ആണ്.
That means number of protons. Okay, that is 6. ഇവിടെയാണെങ്കിലോ number of protons, that is 7. ക്ലിയർ അല്ലേ? ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമുക്ക് ഓൾറെഡി ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എന്ത് റിലേഷനാണ് പഠിച്ചത്? യെസ്, എ വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് എൻ. സെഡ് എന്ന് പറഞ്ഞ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ എ മൈനസ് സെഡ് ചെയ്താൽ പോരെ. സോ ഇവിടെ നമുക്കറിയാം എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ആണ് അല്ലെ? 14 ആണ്. മൈനസ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാർബണിന്റെ കേസിൽ 6 ആണ്. ഓക്കെ അല്ലടാ? ആൻഡ് രണ്ടാമത്തെ കേസിൽ എ എന്ന് പറയുന്നത് 14 ആണ്. അവിടുത്തെ അറ്റോമിക് നമ്പർ വരുന്നത് 7 ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? സോ ദിസ് വിൽ ബി 8 ആൻഡ് ദിസ് വിൽ ബി 7. സോ ഒന്ന് നോക്കിക്കേടാ, ന്യൂക്ലിയോൺസിന്റെ എണ്ണം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസിൽ, ഫസ്റ്റ് കാർബണിന്റെ കേസിൽ ന്യൂക്ലിയോൺസിന്റെ എണ്ണം എങ്ങനെയാണ് വരുന്നത്? അവിടെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6 ആണ്, അവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 8 ആണ്. ഇനി നൈട്രജന്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും സെയിം ആണ്. സോ 7 പ്ലസ് 7, രണ്ടിന്റെയും ന്യൂക്ലിയോൺസിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 14 അല്ലേ? ഇനി ഇവിടെയൊക്കെ നോക്കി കഴിയുമ്പോഴും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഡിഫറെന്റ് അല്ലേ? സോ ദിസ് ഇസ് എക്സാക്ട്ലി ഐസോബാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്താ? The nucleides having the same number of neutrons are called isotones. Okay, അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബൺ തന്നെ എടുത്തു കേട്ടോ. കാർബൺ C614 അല്ലെ? കാർബൺ എടുത്തു. ആൻഡ് ഓൾസോ ഞാൻ എടുക്കുവാണ് N715. ഓക്കെ, N715. ഇവിടെ നിന്ന് നമുക്ക് നോക്കി നോക്കാം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോൺ വരുന്നത്? യെസ്, ഇറ്റ് വിൽ ബി 8 ആയിരിക്കും അല്ലെ? ഇവിടെയാണെങ്കിലോടാ ഇവിടെയും 8 തന്നെയായിരിക്കും. ക്ലിയർ? ഓക്കെ, സോ ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയ നമ്മൾ എന്ത് വിളിക്കും? ഐസോട്ടോൺസ് എന്ന് വിളിക്കും. ഇനി ഐസോമേഴ്സ് കാര്യമായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നിരുന്നാലും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ദീസ് ആർ ന്യൂക്ലിയർ വിത്ത് സെയിം അറ്റോമിക് നമ്പർ, സെയിം മാസ് നമ്പർ, ബട്ട് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ്. ഓക്കെ, സെയിം മാസ് നമ്പർ ആയിരിക്കും, സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ എനർജി സ്റ്റേറ്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേടാ? സോ ഐസോടോപ്സും ഐസോബാറും ഐസോട്ടോൺസും ഐസോമേഴ്സും നമ്മൾ ഒന്നും കൂടെ പറയാൻ പോവാണ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അറ്റോമിക് നമ്പർ Z വാല്യൂ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺ സെയിം ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അവിടുത്തെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ്, പ്രോട്ടീൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഐസോബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ അല്ലെ? മാസ് നമ്പർ എ വാല്യൂ സെയിം ആയിരിക്കും. മാസ് നമ്പർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? സോ മാസ് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിരിക്കും, നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിരിക്കും. വിത്ത് എക്സാമ്പിൾ നിങ്ങളൊന്ന് പഠിക്കാം. ഇനി ഐസോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ അവരെല്ലാവരും എന്തായിരിക്കും? ഡിഫറെന്റ് എനർജി സ്റ്റേറ്റിലായിരിക്കും. ക്ലിയർ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? യെസ്, ഇനി എന്താണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി അക്വയർഡ് ബൈ an electron when it is accelerated through a potential difference of 1 volt and it is denoted in electron volt. Okay, and 1 electron volt is equal to 1.69 into 10 to the power minus 19 joules. Okay, അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുമ്പം അത് ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫിഷനും ഫ്യൂഷനും ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എനർജി മിട്ടായി പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ എനർജി എന്തിലാണ് പറയുന്നത്? ഇലക്ട്രോൺ വോൾട്ടിലാണ് പറയുന്നത്. ആൻഡ് 1 ഇലക്ട്രോൺ വോൾട്ടിന് നമ്മൾ ജൂൾസിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ 1.69 into 10 to the power minus 19 ജൂൾസ് ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇലക്ട്രോൺ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പം ഗെയിൻ ചെയ്യുന്ന എനർജിയാണ്. ഓക്കെ അല്ലേ? 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുമ്പം ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. അതിനെ ജൂൾസിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ 1.6 into 10 to the power minus 19 ജൂൾസ് നമുക്ക് കിട്ടും. അടുത്താണ് സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്. അപ്പൊ നമുക്കറിയാം എന്താണ്? നമ്മളിപ്പം ഈ ആറ്റത്തിന് നമ്മളൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടാണ് ഈവൻ എക്സ്പെരിമെന്റ്സ് എല്ലാം അല്ലെങ്കിൽ സ്റ്റഡീസ് എല്ലാം പറയുന്നത് സ്റ്റിൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അല്ല എന്നാണ്. എന്നിരുന്നാലും നമ്മൾ അതൊരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഓക്കെ അല്ലെ? സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/3 πr³ ആണ്.
അല്ലെ 4/3 പൈ ആർ ക്യൂബ് ആണ്. സോ ഫ്രം ദിസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താണ് ഈ വി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആർ ക്യൂബിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലടാ, ആർ ക്യൂബിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ് 4/3 പൈ എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ വോളിയം എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, യെസ് ഈ പറയുന്ന ആർ ക്യൂബിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസും ഓക്കെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വോളിയം ഇൻക്രീസ് ആവില്ലേ. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 1.6 × 10⁻⁻27 അല്ലെ 27 ആണ് എന്തെന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഏറെക്കുറെ ഇതേപോലെ തന്നെ ഒരു വാല്യൂ ആണ്, ചെറിയൊരു കൂടുതൽ മാത്രമേ ഉള്ളൂ ന്യൂട്രോണിന്. സോ 1 ന്യൂട്രോൺ ഉണ്ട്, രണ്ടാമത്തെ ന്യൂട്രോൺ ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്. സോ ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇരിക്കാനുള്ള സ്ഥലം ആയിരിക്കില്ല ഒരു 5 പ്രോട്ടോണും 5 ന്യൂട്രോണും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അല്ലെ. സോ ഡെഫിനറ്റ്ലി ഇവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതായത് ന്യൂക്ലിയോൺസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ആര് കൂടുവാടാ, യെസ് ആര് കൂടും എന്ന് ആലോചിച്ച് പറഞ്ഞേ. ന്യൂക്ലിയോൺസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ആര് കൂടും, വോളിയം കൂടും. ഓക്കെ ന്യൂക്ലിയോൺസിന്റെ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ആരാ കൂടുന്നത്, മാസ് നമ്പർ അല്ലെ, മാസ് നമ്പർ കൂടും. ക്ലിയർ. അപ്പൊ മാസ് നമ്പർ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം കൂടുക എന്നർത്ഥം. ആൻഡ് ആ വോളിയം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ആർ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, എ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ക്ലിയർ ആണോടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർ ഇസ് ഈക്വൽ ടു ആർ പ്രൊപ്പോർഷണൽ ടു a⁻1/3 എന്ന് എഴുതുവാണ്. തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ റേഡിയസിനെ ഞാൻ എങ്ങനെ പറയും, r0 a⁻1/3. ഓക്കെ ആൻഡ് ദിസ് r0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എടുത്തൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 1.2 × 10⁻⁻15 മീറ്റർ ആണ്. ആൻഡ് ദിസ് r0 is same for all the elements. ഓക്കെ അല്ലെ, എല്ലാ എലമെന്റ്സിനും സെയിം ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഒരു r0ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ സോ നമുക്ക് അറ്റോമിക് നമ്പർ മാസ് നമ്പർ, ഞാൻ ഇടയ്ക്ക് തെറ്റി പറയുന്നുണ്ട് കേട്ടോ, ഏത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് നമ്പർ ആണ്. സോ ഈ മാസ് നമ്പർ മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ മാസ് നമ്പർ നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? മാസ് നമ്പർ നമുക്ക് അറിയുവാണെങ്കിൽ മാസ് നമ്പർ നമുക്ക് അറിയുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അതിന്റെ സൈസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതൊരു സ്പെറിക്കൽ ഷേപ്പ് അല്ല, ബട്ട് ഈവൻ ദോ നമ്മളൊരു സ്പെറിക്കൽ ഷേപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വോളിയം വിൽ ബി ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണ്. സോ ഫ്രം ദിസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോളിയം ഉണ്ടല്ലോ, ഈ വോളിയം എന്ന് പറയുന്നത് എപ്പോഴാണ് ഇൻക്രീസ് ആവുന്നത്, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻക്രീസ് ആവുമ്പോൾ അല്ലെ, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻക്രീസ് ആവുമ്പോൾ. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യുക അല്ലെ, മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യാന്നാണ് അർത്ഥം. സോ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇതിന് proportional ആയിരിക്കും, വോളിയത്തിന് proportional ആയിരിക്കും. So we can again write it as A is proportional to R cube. And also we can write it as R is proportional to A⁻1/3. And R we can write it as R0 A⁻1/3. R0 is a constant value which will be same for all the elements 1.2 × 10⁻⁻15 meter. Clear? Yes. ഇനി നെക്സ്റ്റ് വൺ is mass energy. അതായത് ഈ മാസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മാസ് എന്ന് പറയുന്നത് തന്നെയാണ് എനർജി എന്നാണ് നമ്മൾ ഐൻസ്റ്റീൻ പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ ഒരു റിയാക്ഷൻ നടക്കുമ്പം ഈ റിയാക്ഷനിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് എത്രയാണോ അത്രയും തന്നെ മാസ് ഫുള്ളി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ച് അവിടെ ഒരു ലോസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ലോസ് ബിക്കംസ് എന്തായിരിക്കും ഇവിടെ, ഇറ്റ് ബിക്കംസ് എനർജി. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ഈസ് ഈക്വൽ ടു mc² എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതായത് എനർജി എന്ന് പറയുന്നത് മാസിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് മാസിനെ വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? മാസ് ഇസ് ദ ഫോം ഓഫ് എനർജി എന്ന് പറയാം. ഓക്കെ ക്ലിയർ? മാസ് ഇസ് ദ ഫോം ഓഫ് എനർജി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 AMU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ കണ്ടുപിടിക്കുവാണ്. ഈ ഞാൻ കണ്ടുപിടിക്കുമ്പം നോക്കിക്കേ 1.67 × 10⁻⁻27 സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 10⁸ ആണ്. ഓക്കെ സോ ഇത് ചെയ്യുമ്പം എനിക്കൊരു വാല്യൂ കിട്ടും അല്ലടാ, ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. അതാണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ല, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്
ഓക്കെ അല്ലേ? അതെന്താണ്? യെസ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് ആണ്, സോറി 1/12 ഓഫ് മാസ് ആണ് ഈ 1 AMU എന്ന് പറയുന്നത്. സോ എനർജി ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് 1.67 into 10 to the power minus 27 into 3 into 10 to the power 8 the whole square ജൂൾസ് എന്ന് എനിക്ക് കിട്ടും. ക്ലിയർ അല്ലടാ? എനർജി എനിക്ക് അങ്ങനെ കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മാസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇൻ ദ ഫോം ഓഫ് എനർജി ആണ്. അതായത് അവിടെ ഇപ്പം ഒരു ഇത്രയും മാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ മാസ് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താണ്, അതൊരു എനർജിയുടെ ഫോമിൽ അതെന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനർജി ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, യെസ്, മാസ് അത്രത്തോളം അവിടെ എനർജി ആയിട്ട് മാറി എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലടാ? മാസ് സോറി ഇതിനെ നമ്മൾ 1.6 into 10 to the power minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് കേട്ടോ ജൂൾസ് കിട്ടുക. കാരണം ഇത് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ അല്ലേ? ഇലക്ട്രോൺ വോൾട്ടിലാണ്. ആൻഡ് ദിസ് വാല്യൂസ് അറൌണ്ട് 9 into 10 to the power 8 or something. ഓക്കെ, 8 ജൂൾസ് ആയിട്ടാണ്, സോറി ഇലക്ട്രോൺ വോൾട്ട് ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, യെസ്. സോ ദിസ് ഇസ് ദ ആൻസർ. 9.32 I guess. ഓക്കെ, 9.32 into 10 to the power 8 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് ഈ എനർജിന്റെ വാല്യൂ കിട്ടുന്നത് കേട്ടോ. സോ ഈ ഒരു സംഭവത്തിന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 932 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് എഴുതാം അല്ലെ? ദിസ് ഇസ് 932 into 10 to the power 6 ഇലക്ട്രോൺ വോൾട്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 932 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ദ മാസ് എനർജി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് ദ എനർജി ഇക്വാലന്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ ആ 1 gram ഓഫ് സബ്സ്റ്റൻസിനെ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് കിട്ടും 10 to the power minus 3 into നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിരുന്നു അല്ലെ 932 അല്ലെ 932 മെഗാ ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് കിട്ടിയിരുന്നു. സോ അതേ സെയിം സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് ദി ഫൈനൽ റിസൾട്ട്. ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വൺ എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. കാൽക്കുലേറ്റ് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഇസ് മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം തന്നെ. അതായത് നമ്മൾ ഒരു ഇൻപുട്ട് നമ്മൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്, ഒരു 10 gram കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അവസാനം ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ 8 gram കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കേ. ദാറ്റ് മീൻസ് 2 gram എവിടെ മിസ്സായി? ആ 2 gram എന്തായിട്ടാണ് പോയത്? നമ്മൾ പറഞ്ഞു എനർജി ആയിട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഈ മാസ് ഡിഫക്റ്റിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ മാസ് ഡിഫക്റ്റിനെ കണ്ടുപിടിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഡെഫിനറ്റ്ലി ഇവിടെ ആരുടെയൊക്കെ മാസ് വരുന്നുണ്ട്? യെസ്, ടോട്ടൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോണിന്റെ മാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം യെസ്, അത് ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് അതിന്റെ സമ്മ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയൊരു വാല്യൂ വരും. ആ ചെറിയൊരു വാല്യൂ ഇതിലൂടെ ആഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോണിന്റെ മാസിനെ നമ്മൾ അവിടുന്ന് ഒഴിവാക്കി. സോ മാസ് നമുക്ക് കിട്ടി എന്താണ്? ആ ഒരു എലമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ മാസ് പ്ലസ് ന്യൂട്രോണിന്റെ മാസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നോക്കിക്കേടാ, ഇവിടെ നമ്മൾ പറയുവാണ് ഡെൽറ്റ എം ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ അല്ലേ? ഡെൽറ്റ എം ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെ ഞാൻ കണ്ടുപിടിക്കാം? യെസ്, വിച്ച് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ്, ഇനി ഇവിടെ എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺസ്, മാസ് ഓഫ് പ്രോട്ടോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോൺസ് കൊണ്ട് മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. എന്തുകൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? എത്ര പ്രോട്ടോൺസ് ഉണ്ട്, ദാറ്റ് വിൽ ബി എത്ര പ്രോട്ടോൺസ് ഉണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലെ? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു മാസ് ഓഫ് പ്രോട്ടോണിനെ ഞാൻ അറ്റോമിക് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്തത് ആരാണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എ ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് എൻ ആണ്. സോ എ മൈനസ് സെഡ് വിൽ ബി ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ എത്ര ന്യൂട്രോൺസ് ഉണ്ടോ ഇൻ ടു എന്ത് ചെയ്യണം? യെസ്, ആ ന്യൂട്രോണിന്റെ മാസ് മൈനസ് എം എക്സ്. എന്താണ് എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മാസ് ഓഫ് ദി ന്യൂക്ലിയസ്. ക്ലിയർ അല്ലേ? മാസ് ഓഫ് ദി ന്യൂക്ലിയസ്. അതായത് ഇതാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. ആൻഡ് ഫൈനലി അത് ന്യൂക്ലിയസ് ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടെ ജോയിൻ ആയി ഒരു ന്യൂക്ലിയസ് ആയി കഴിഞ്ഞപ്പം എനിക്ക് ഫൈനലി ആ ന്യൂക്ലിയസിന്റെ മാസ് ആയിട്ട് കിട്ടിയത് എന്താണ്? മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? എം എക്സ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടുവാ? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ മൈനസ് എം എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് അറിയേണ്ടത് എന്താണ്? എനർജി ലോസ് എത്ര വന്നു? സോ ദാറ്റ് വിൽ ബി ഡെൽറ്റ എം സി സ്ക്വയർ. സോ ദിസ് വാല്യൂ, അതായത് സെഡ് എം പി പ്ലസ് എ മൈനസ് സെഡ് എം എൻ മൈനസ് എം എക്സ് ഇൻറ്റു സി സ്ക്വയർ.
ദിസ് ഈസ് ദ എനർജി ലോസ്, അല്ലെങ്കിൽ എത്രത്തോളം മാസ് അവിടെ നഷ്ടപ്പെട്ടോ ആ മാസ് നമ്മൾ പറഞ്ഞു ദ ഫോം ഓഫ് എനർജി ആയിട്ട് പോയി എന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് ദ വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ എം എന്ന് പറയുന്നതിന് നമുക്ക് ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ZMP പ്ലസ് A മൈനസ് ZMX എന്ന് പറഞ്ഞല്ലോ. സോ മാസസ് ഓഫ് ഓൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ക്യാപിറ്റൽ M ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എന്താണ്? യെസ്, നമ്മുടെ ന്യൂക്ലിയസിന്റെ മാസ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതർവൈസ് ഇതാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി തരുന്നത്, കാരണം നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. സോ നമുക്ക് മനസ്സിലായി എന്താണ് ഡെൽറ്റ എം സി സ്ക്വയർ എന്താണെന്ന് മനസ്സിലായി. ഡെൽറ്റ എം സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് അവിടെ ഉണ്ടായ എനർജിയാണ്. സോ ദിസ് ഇസ് നോൺ ആസ് എന്താണ്? ബൈൻഡിങ് എനർജി. സോ ദ മിനിമം എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ ന്യൂക്ലിയോൺസ് അപ് ടു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ആൻഡ് നമുക്ക് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് വേണ്ടത്, which is actually equal to, ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി കിട്ടിയല്ലോ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അതായത് എനർജി ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ദിസ് ഇസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്? is E by N വരും. ദാറ്റ് ഇസ് ഡെൽറ്റ എം സി സ്ക്വയർ ഡിവൈഡഡ് ബൈ N. ക്ലിയർ? എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടോ ആ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടും. എടാ ഇവിടെ വരെ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മിസ് ഈ ടൈമിൽ ടൈം മാത്രം, ഇപ്പോൾ 20ാമത്തെ മിനിറ്റ് ആണെങ്കിൽ 20ാമത്തെ മിനിറ്റ്, 30ാമത്തെ മിനിറ്റ് ആണെങ്കിൽ 30ാമത്തെ മിനിറ്റിൽ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. ഞാൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ വരുന്നതായിരിക്കും കേട്ടോ. സോ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കാം. Okay, yes. Next one. എന്താണ്? യെസ്, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ നമ്മൾ കണ്ടുപിടിച്ചു. ആ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും നമ്മളൊരു ഗ്രാഫ് വരച്ചു. ഓക്കെ അല്ലെ? ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടി. ആ ഡാറ്റ അയച്ചിട്ടുള്ള ആ ഒരു ഡാറ്റയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത് ആർക്കാണ്? യെസ്, നമ്മുടെ അയണിനാണ്. Fe56 ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത്. ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈൻഡിങ് എനർജി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോർ സ്റ്റേബിൾ എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ബൈൻഡിങ് എനർജി ഒരെണ്ണത്തിന്റെ ബൈൻഡിങ് എനർജി 2 മെഗാ ഇലക്ട്രോൺ വോൾട്ടും ഒരെണ്ണത്തിന്റെ 4 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. സോ ഏതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? ഏതിനാണോ കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത്, ഓക്കെ അല്ലെ? ഏതിനാണോ കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത് അതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലായി ഈ ഒരു 30 അല്ലെങ്കിൽ ഈ ഒരു 40 അറൌണ്ട്, ഓക്കെ നമുക്ക് 30 എടുക്കാം, ഓക്കെ അല്ലെ? ഈ 30ക്ക് താഴെ നമ്മൾ പോയി കഴിയുമ്പോഴും അതേപോലെ തന്നെ അറൌണ്ട് ഒരു 100 അല്ലെങ്കിൽ 120 കഴിയുമ്പോഴും നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബൈൻഡിങ് എനർജി വളരെ കുറഞ്ഞാണ് വരുന്നത് അല്ലെ? ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് നമുക്കിപ്പം ലെസ് ദാൻ 30യും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 120യും, ഓക്കെ അല്ലെ? ഈ രണ്ട് പോർഷൻസ് നോക്കി കഴിഞ്ഞാൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഈ ഒരു ഭാഗവും, അതായത് ഇപ്പൊ ഇത്രയും സോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി സോൺസിലൊക്കെ നമ്മൾ എന്താ കാണുന്നത്? ബൈൻഡിങ് എനർജി കുറവാണ്, ഭയങ്കര കുറവാണ്. ദാറ്റ് ഷോസ് ഇവരൊന്നും എന്തല്ല? സ്റ്റേബിൾ അല്ല അല്ലെ? ഇവരൊന്നും എന്തല്ല? സ്റ്റേബിൾ അല്ല, ഇവരെല്ലാം അൺസ്റ്റേബിൾ കണ്ടീഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പീക്ക് കാണാം. അതായത് നമ്മുടെ ഹീലിയത്തിന് ഒരു പീക്കുണ്ട്, കാർബൺ ഒരു പീക്കുണ്ട്, ഓക്സിജൻ ഒരു പീക്കുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? യെസ്, അവിടത്തേക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണ്. സോ ദേ വിൽ ഗെറ്റ് ആൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി. ഓക്കെ അല്ലെ? അവർക്ക് എന്തുണ്ട്? ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും കേട്ടോ. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയി കഴിയുമ്പോൾ അതിനെന്ത് കിട്ടും? യൂസ് ഒരു എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ആ പീക്ക് കാണുന്നത്. ആൻഡ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആരാണ്? യെസ്, നമ്മുടെ അയൺ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ആൻഡ് ലെസ് ദാൻ 30 ആറ്റോമിക് നമ്പർ മാസ് നമ്പർ 30ന് താഴെ വരുന്നതും 120 മുകളിലോട്ട് വരുന്നതും എന്തല്ല? സ്റ്റേബിൾ അല്ല, ഒട്ടും സ്റ്റേബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ചില റിയാക്ഷൻസിന് വേണ്ടിയിട്ട് യുറാനിയം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? യുറാനിയം അത്രയും അൺസ്റ്റേബിൾ ആണ്, ഓക്കെ അല്ലെ? സോ അതെന്ത് ചെയ്യും? യെസ്, അതിനെ പെട്ടെന്ന് നമുക്ക് സ്പ്ലിറ്റ് ആക്കാനായിട്ട് പറ്റും. സ്പ്ലിറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്താ മനസ്സിലാവുന്നത്? നമുക്ക് മനസ്സിലായി ഇപ്പൊ ഈ മാസ് നമ്പർ ഉണ്ടല്ലോ, ഈ മാസ് നമ്പർ 30നും 120ക്കും അല്ലെങ്കിൽ 100നും ഇടയ്ക്ക് വരുന്ന ഇത്രയും നമ്പർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? യെസ്, ഒരു പെർട്ടിക്കുലർ ലെവലിനെക്കാട്ടിലും കൂടുതൽ ഇതിന്റെ റേഡിയസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? യെസ്, അതൊരു സാച്ചുറേഷൻ, അതായത് അവിടുത്തെ ആ ഫോഴ്സ് സാച്ചുറേറ്റഡ് ആകും. ഓക്കെ, സോ ബിഫോർ ദാറ്റ് നമുക്കൊന്ന് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ദ ഫോഴ്സ് ആക്ടിങ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആക്ടിങ് ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ അല്ലേ? ന്യൂക്ലിയർ ഫോഴ്സ്. So nuclear forces are the strongest forces in nature. It is very short range attractive force. അതായത് നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ ഉള്ള ന്യൂക്ലിയോൺസ് തമ്മിൽ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് വെരി ഷോർട്ട് റേഞ്ച് ആണ്, അട്രാക്റ്റീവ് ആണ് ഇൻ നേച്ചർ, ആൻഡ് അത് നോൺ സെൻട്രൽ ആണ്, നോൺ കൺസർവേറ്റീവ് ആണ്. അതെന്താണ്? ഇറ്റ് ഇസ് നെയ്തർ ഗ്രാവിറ്റേഷണൽ നോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ചാർജ്. ഇറ്റ് ഇസ് 100 times that of the electrostatic force and 10 to the power 38 times that of the gravitational force. ക്ലിയർ? സോ ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടല്ലോ, അതിവിടെ സാച്ചുറേറ്റഡ് ആയിരിക്കും. അതായത് ബിറ്റ്വീൻ 30 and 120 മാസ് നമ്പർ വരുന്നിടത്ത് എന്തായിരിക്കും? ആ ഒരു ഫോഴ്സ് സാച്ചുറേറ്റഡ് ആണ്. ക്ലിയർ ആയല്ലോ? സാച്ചുറേറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് അത് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. സോ ഇവിടെയുള്ള ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള, അതായത് മാസ് നമ്പർ 30നേക്കാട്ടിലും താഴെ വരുന്ന ഈ എലമെന്റുകൾ എന്ത് ചെയ്യും? ഈ എലമെന്റുകളെല്ലാം സ്റ്റേബിൾ ആകാൻ വേണ്ടി ട്രൈ ചെയ്യും. സ്റ്റേബിൾ ആകണമെങ്കിൽ അവരുടെ മാസ് നമ്പർ ഇൻക്രീസ് ആവണം. ദാറ്റ് മീൻസ് അവരെന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്തിട്ട്, ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് മാസ് നമ്പർ ഉയർത്തി കൊണ്ടുവരണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ദിസ് വാല്യൂ. ഓക്കെ, അപ്പം അവർ സ്റ്റേബിളോ. ആൻഡ് ഓൾസോ ഈ യുറാനിയം പോലെയുള്ള മാസ് നമ്പർ കൂടിയ ഹെവിയർ ന്യൂക്ലിയസുകൾ, ഓക്കെ അല്ലെ, ഹെവിയർ ന്യൂക്ലിയർ, ഇവിടെ നിന്നാണ് ലൈറ്റർ ന്യൂക്ലിയർ ആണ് അല്ലെ, ഇവിടെ ഹെവിയർ ആണ്. ഈ ഹെവിയർ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവണം. കാരണം അവരുടെ മാസ് നമ്പർ ഹൈ ആണ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? യെസ്, ഇവിടെ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരാനായിട്ട്. ഒപ്പം ഈ ലൈറ്റർ ന്യൂക്ലിയറുകൾ ഫ്യൂസ് ചെയ്തിട്ട് വലിയ ന്യൂക്ലിയ ആകുന്നു. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വലിയ ന്യൂക്ലിയസുകൾ സ്പ്ലിറ്റ് ആയി ചെറിയ ചെറിയ ന്യൂക്ലിയർ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ക്ലിയർ ആയല്ലോ? സോ ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? യെസ്, അവിടെ നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും കൂടിയാണ് പ്ലോട്ട് ചെയ്തത്. ഫ്രം ദിസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് Fe56 ഹാസ് ദ മോസ്റ്റ് സ്റ്റെബിലിറ്റി, അല്ലെ, മോസ്റ്റ് സ്റ്റേബിൾ ആറ്റം എന്ന് പറയുന്നത് Fe56 ആണ്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അതായത് മാസ് നമ്പർ ലെസ് ദാൻ 30 വരുന്നിടത്ത് എന്താണ്? അവരൊട്ടും സ്റ്റേബിൾ അല്ല. ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാകുന്നത്. സോ ലൈറ്റർ ന്യൂക്ലിയകളെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ഹെവി ന്യൂക്ലിയർ ഉണ്ടാകുന്നു. ദാറ്റ് ആ ഒരു ടൈമിൽ ഒരുപാട് എനർജി ലോസ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സുകളുണ്ട്, അതായത് കുറച്ച് ഡീകേ പ്രോസസ്സുകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വർഷം അത് പഠിക്കാനില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ എന്താണ്? യെസ്, അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? യെസ്, അപ്പം ഈ ലൈറ്റർ ന്യൂക്ലിയകളെല്ലാം ചേർത്തിട്ട് ഒരു വലിയ ന്യൂക്ലിയവും, ദാറ്റ് ഇസ് ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഹയർ ഭയങ്കര ഹെവി ആയിട്ടുള്ള, ഭയങ്കര മാസ് നമ്പർ ഉള്ള ഈ ഹെവിയർ ന്യൂക്ലിയകളെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജിലോട്ട് വരുന്നു. സോ അതും സ്റ്റേബിൾ ആകും. സോ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ സ്പ്ലിറ്റിംഗ് ആണെങ്കിലും ഫ്യൂഷൻ ആണെങ്കിലും നടക്കുന്നത്. അപ്പൊ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും നിങ്ങൾക്ക് മനസ്സിലായി, ഒരു ബേസിക് ഐഡിയ കിട്ടി. ഇനി അപ്പൊ ഈ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ആണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇവിടെ എന്താണ് ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ്, ഹെവി ന്യൂക്ലിയസ് എന്ത് ചെയ്യും? യെസ്, അവിടെ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത് അല്ലെ, സ്പ്ലിറ്റിംഗ് ആണ് ഫിഷനിൽ നടക്കുന്നത്. ഇവിടെ ആണെങ്കിലോടാ ഹെവിയർ ന്യൂക്ലിയസ് അല്ല, ലൈറ്റർ ന്യൂക്ലിയസുകളെല്ലാം കൂടെ അല്ലെ, ലൈറ്റർ ന്യൂക്ലിയകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ഓക്കെ, ലൈറ്റർ ന്യൂക്ലിയർ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ ആയില്ലോടാ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി. ഐ വിൽ കറക്റ്റ്. ഓക്കെ അല്ലടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മാത്രമാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലടാ? അപ്പം ഫിഷനും ഫ്യൂഷനും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയർ ആകുന്നു. ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവിയർ ന്യൂക്ലിയർ ലൈറ്റർ ന്യൂക്ലിയർ എല്ലാം കൂടി ചേർന്നിട്ട് എന്താകുന്നു? ഒരു ഹെവിയർ ന്യൂക്ലിയർ ആയിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ? സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റർ ന്യൂക്ലിയറുകളായിട്ട് മാറും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? യെസ്, ഈ ഫിഷൻ റിയാക്ഷൻ നടക്കാനായിട്ട് ഹൈ ടെമ്പറേച്ചറിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ അല്ല, ഹൈ ടെമ്പറേച്ചർ ഒന്നും ആവശ്യമില്ല. ഈവൻ റൂം ടെമ്പറേച്ചർ ഇസ് ഓൾസോ ഫൈൻ. ഓക്കെ അല്ലേ? റൂം ടെമ്പറേച്ചർ ഇസ് ഓൾസോ ഫൈൻ. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഹൈ ടെമ്പറേച്ചർ വേണം. ഹൈ ടെമ്പറേച്ചർ വേണം. എന്തുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ വേണ്ടത്? ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ഹൈ ടെമ്പറേച്ചർ വേണം. ആൻഡ് ഇത് നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യനാണ്. ഓക്കെ, സൺ.
അത്രയും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും സൂര്യനിൽ. സോ ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും, യെസ് ഇവിടെ വെരി ഹൈ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു പ്രോസസ്സ് ഈസി ആയിരിക്കും. ഇനി അടുത്ത എന്താണ് പറയുന്നത്, ഇവിടെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 തെർമൽ ന്യൂട്രോൺ എങ്കിലും, അതായത് ഈ ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഒരു തെർമൽ ന്യൂട്രോൺ എങ്കിലും വേണം. ഇവിടെ പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഒരു തെർമൽ ന്യൂട്രോണിന്റെ ഒന്നിന്റെയും, അതായത് ഒരു എക്സ്റ്റേണൽ ന്യൂട്രോണിന്റെ ഹെൽപ്പ് എന്ത് വേണ്ട, ഇവിടെ ആവശ്യമില്ല കേട്ടോ. എക്സ്റ്റേണൽ ന്യൂട്രോൺ ഈ കേസിൽ, ഫ്യൂഷൻ കേസിൽ ആവശ്യമില്ല നമുക്ക്. ക്ലിയർ ആയല്ലോ, എക്സ്റ്റേണൽ ന്യൂട്രോൺ ആവശ്യമില്ല. ഇനി അടുത്ത പോയിന്റിലോട്ട് നമ്മൾ പോവാണ്. ഇവിടെ ഉണ്ടാകുന്ന എനർജി, അതായത് ഈ ഒരു പ്രോസസ്സ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ഒരു എനർജി ലോസ് ഉണ്ടായിരിക്കുമല്ലോ. ആ എനർജി, അതായത് ഇപ്പം ഈ ഹെവിയർ ന്യൂക്ലിയർ സ്പ്ലിറ്റ് ആയിട്ട് ലൈറ്റർ ന്യൂക്ലിയർ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ടാവും. ദാറ്റ് എനർജി ഈസ് ഹൈ. പക്ഷേ when we compare with this energy, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എമിറ്റ് ആകുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി കമ്പയർ ചെയ്യുമ്പോൾ this energy is less. ഓക്കെ, ഈ എനർജി കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ അല്ലടാ, ഈ എനർജി കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് when we compare with this fusion process, ഓക്കെ അല്ലേ, യെസ് ഫ്യൂഷൻ പ്രോസസ്, ഈ എനർജി എന്ന് പറയുന്നത് ഫിഷന്റെ പ്രോസസ്സിൽ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്ട്രാ ന്യൂട്രോൺസ്. ഈ കേസിൽ എന്തായിരിക്കും, എക്സ്ട്രാ ന്യൂട്രോൺസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ആണെങ്കിലോ പോസിട്രോൺസ് ആയിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ, ഇവിടെ എക്സ്ട്രാ ന്യൂട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിട്രോൺസ് ആണ് ഇതാക്കുന്നത്. ആൻഡ് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാംഫുൾ. ഓക്കെ, ഹാംഫുൾ ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് എന്താ പറയാ, ഹാംഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ, ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ആണ് കേട്ടോ. ക്ലിയർ? യെസ്. ഇനി ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ സ്പോണ്ടേനിയസ് പ്രോസസ്. സോ ദാറ്റ് ഇവിടെ ഒരു ലാഗ് ഉണ്ട്, ഒരു ടൈം ലാഗ് ഈ ഒരു ഫ്യൂഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ഇതിന്റെ ഈ ഒരു ഫ്യൂഷൻ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്, ആറ്റം ബോംബ്. ഓക്കെ, ആറ്റം ബോംബ് അല്ലെ, ഹിരോഷിമ നാഗസാക്കി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത്രയും എമൗണ്ട് ഓഫ്, അതായത് അത്രയും ഒരു ഏരിയനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ആറ്റം ബോംബിന് കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത്രയും എനർജി അവിടെ എന്താവുന്നുണ്ട്, യെസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ആറ്റം ബോംബ് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതും ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സും പൊട്ടിത്തെറിച്ച ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അപ്പം മിക്കവാറും എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഈ ഒരു സംഭവത്തിൽ നിന്നും റിലീസ് ആകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹാംഫുൾ ആണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ട്, കാരണം ഇത്രയും എനർജി റിലീസ് ചെയ്തിട്ടും റെസ്ട്രിക്റ്റഡ് ആക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത്രയും ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളുള്ളതാണ്. ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൺ ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോംബ്. സോ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, ഈ ഫിഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എനർജി റിലീസ് ചെയ്യുന്നത് ഫ്യൂഷൻ പ്രോസസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാണെന്ന് പറഞ്ഞു. ദെൻ ഓൾസോ നമുക്ക് ആറ്റം ബോംബിന്റെ എഫക്ട് മനസ്സിലായി. സോ വി ക്യാൻ ജസ്റ്റ് ഇമാജിൻ എന്താണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഒരു സംഭവം പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. സോ ദാറ്റ് മച്ച് എനർജി ഈസ് റിലീസ് ഡ്യൂറിങ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ. ഫിഷൻ എന്ന് പറയുന്നത് എനർജി കുറവാണെന്നൊരു മീനിങ് ഇല്ല, പക്ഷെ ഫ്യൂഷൻ റിയാക്ഷനിൽ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ റിലീസ് ആകുന്ന എനർജി കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്, വളരെ കുറവാണ്. ക്ലിയർ? യെസ്. അപ്പം ഈ ചാപ്റ്ററിന്റെ നിങ്ങൾക്ക് വീക്ക് ക്വിസ് അവൈലബിൾ ആണ്. വീക്ക് ക്വിസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ചാപ്റ്റർ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണോടാ, നേരെ പോയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ പോകാം. ടെലഗ്രാമിൽ നിങ്ങൾ വേദാന്ത മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. അതർവൈസ് നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ സ്റ്റേ ട്യൂൺഡ് മക്കളെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് വേദാന്ത മലയാളം ചാനൽ, ആൻഡ് ഇറ്റ്സ് മീ ലെറിൻ ഡേയ്സ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. ബൈ ബൈ, താങ്ക് യു സോ മച്ച്.